1000 നന്ദി. എൻ്റെ പേര് സ്റ്റെല്ല, ഹസ്ബൻഡ് മനോജ്, കുഞ്ഞ് മകൾ മിക്കയില. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ സെൻറ്റ് അൽഫോൻസ കത്തീഡ്രൽ പാരീഷിൽ നിന്ന് വരുന്നു. നാട്ടിൽ സ്ഥലം അങ്കമാലി ചെത്തിക്കോട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 16 വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിനെ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹമായി ലഭിച്ചതിൻ്റെ നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. 2018-19 കാലത്താണ് ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് സിൻചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേട്ടത് ഉടമ്പടി എടുക്കുന്നത് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ രാവിലെ 5:30 എഴുന്നേക്കാൻ എനിക്ക് സാധിക്കാത്തൊരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല. പിന്നീട് കോവിഡൊക്കെ ആയി. എങ്കിലും അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 2022 നാട്ടിൽ വരാൻ പറ്റിയത്. 2022 നവംബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം തിരിച്ച് ചെന്ന് ഉടമ്പടി ആദ്യം വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല മാതാവിലൊന്നും. കുഞ്ഞിനെ ലഭിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ എനിക്ക് പുതിയ ക്രമമായി ചെയ്യാൻ എല്ലാം ചെയ്യുന്നതാണെങ്കിലും അതിനൊരു അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാനായിട്ട് ഉടമ്പടി നിബന്ധനകളാണ് സഹായിച്ചത്. ഓരോ ധ്യാനങ്ങൾ കേൾക്കും തോറും അത് എങ്ങനെ കൂടുതൽ നന്നായി അല്ലെങ്കിൽ കൂടുതൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ അത് പ്രായോഗികമായി ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായത് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയാണ്. വിശ്വാസം കൂടാൻ തുടങ്ങിയത് 2023 ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ മനസ്സിലൊത്തിരി വിഷമമൊക്കെ തോന്നി. അവിടെ ഒരു ധ്യാനം വന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതിനിടയിൽ ഡോക്ടറെ കാണാൻ പോയി. ഒരു റെഗുലർ ചെക്കപ്പിനെന്നുള്ള രീതിയിലാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യണം. സ്കാനിങ്ങിൽ റിപ്പോർട്ട് വന്നു 11 സെൻറ്റിമീറ്ററുള്ളൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി സർജറി വേണം. നാട്ടിൽ വരാൻ പറ്റിയില്ല, ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല അത് ആ സമയത്ത്. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്തു. വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഉടമ്പടി നിബന്ധനകളൊക്കെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 24 ഞങ്ങൾ ഒരുമിച്ച് വന്നു. 2 പേരും ഉടമ്പടി പുതുക്കി. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി 2 പേരും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ വയറ്റിൽ വീണ്ടും എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഫീലിംഗ് തന്നെ, വേറൊരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്ലൈറ്റിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ശനിയാഴ്ച ഞാൻ മല കയറാൻ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാം, ഫൈബ്രോയിഡ് ആണോ എന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് ശനിയാഴ്ച ഡോക്ടറെ കാണുമ്പോൾ അൾട്രാസൗണ്ടിൽ കൺഫേം ചെയ്തത് 6 വീക്സ് പ്രഗ്നൻസി ആയിരുന്നു. എങ്ങനെയാണ് മാതാവിനോട് ഈശോയോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. 16 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല. 2020 എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തിയതാണ്. പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം ഉണ്ടായിരുന്നത്. കൊന്ത ചൊല്ലും. എപ്പോഴും ആശങ്കകളും ഒക്കെ വരുമ്പോൾ കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും ഇത് രണ്ടുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചു ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഫൈബ്രോയിഡും ഉണ്ട്, പ്രഗ്നൻസിയും ഉണ്ട്. രണ്ടും ഒപ്പം വളർന്ന അത് കോംപ്ലിക്കേഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴെയാണ്. അപ്പോൾ അത് മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എനിക്ക് പ്രായമുണ്ട്, മുമ്പൊരു സർജറി യൂട്രസിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം സാധിക്കുമ്പോൾ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നോമ്പ് സമയത്തൊക്കെ ധ്യാനങ്ങൾ വൈകുന്നേരം ധ്യാനമല്ല, കുർബാന, വിശുദ്ധ കുർബാന ഉച്ച കഴിഞ്ഞാണ് എല്ലാ ദിവസവും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ, അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പള്ളിയിൽ പോകണം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ആ സമയമൊക്കെ കൊന്ത ചെല്ലണം. അങ്ങനെ 2025 ഡിസംബർ 10 ഞങ്ങൾക്ക് ദൈവം ഈ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇന്ന് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് തക്ക സമയത്ത് ഇടപെടുന്നൊരു ദൈവവും മാതാവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ എമർജൻസി ആയിട്ട് കൊച്ചിന് പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ വരണം എന്ന് തോന്നാനായിട്ട് അപ്പച്ചന് സിക്കായിരുന്നു.
അപ്പോൾ പോരുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയും സമയം വരുമ്പോഴൊക്കെ എങ്ങനെയാകും? പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം. മാതാവ് തന്ന കുഞ്ഞാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ പോരാനും ഇവിടെ എത്താനും ഇപ്പം മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒന്ന് നന്ദി പറയാനും ഒക്കെ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വോളണ്ടറി വർക്കിന് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് പോലീസ് ക്ലിയറൻസ് കിട്ടി. ആദ്യം കുറച്ച് സമയത്തൊന്നും പറ്റേണ്ടായിരുന്നില്ല. പിന്നീട് ഏജ്ഡ് കെയറിൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ദിവസം പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചി ഒരു വേദപാഠം ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും വേദപാഠം പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നീട് എനിക്ക് അങ്ങനെ വേദപാഠം പഠിപ്പിക്കണം അങ്ങനെ ഒരു പ്രചോദനം തോന്നി. പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ക്രോഷേ ചെയ്ത്. ആ സമയം ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകുന്ന സമയത്ത് വിൻ്ററിന് മുമ്പേ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ രോഗികൾക്ക് വഴിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എന്തെങ്കിലും പറ്റുന്ന സഹായങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമാണ്. എപ്പോഴും ദേഷ്യം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വളരെ കുറച്ചു നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ മുമ്പ് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അതൊന്നും നോക്കണമെന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നാറില്ല. എനിക്ക് കൊന്ത ചെല്ലണം, എത്ര കൊന്ത ചെല്ലാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്നാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറ്. 8-10 കൊന്തയൊക്കെ ചെല്ലണം, അത് നിസ്സാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ആദ്യമൊക്കെ ഒരു കൊന്ത ചെല്ലുന്ന കാര്യം പോലും എനിക്ക് അത്ര താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. ഇപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല എനിക്ക്. അങ്ങനെയാണ് എൻ്റെ തോന്നൽ വരുന്നത്. ഉടമ്പടിയിലെ നിബന്ധനകളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് ഈശോയോട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അടുക്കണം എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ 2023 അവസാനമായപ്പോൾ പുതിയ വർഷമാണ്, എന്ത് മാറ്റം സ്വഭാവത്തിൽ വരുത്തണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ചിന്തിച്ചു 2024 മുടങ്ങാതെ 365 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ 3 സ്ഥാപനങ്ങളിലായിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇതിനിടയിൽ മെൽബണിൽ 365 ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും ദൈവവും യേശുവും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. സർജറി അതിൻ്റെ ഇടയിലാണ് ആ മേജർ ഓപ്പൺ അബ്ഡോമിനൽ സർജറി വന്നത്. എങ്കിൽ ആ 2 ദിവസം ഒഴിച്ച് ഹസ്ബൻഡ് ഒത്തിരി ഞങ്ങൾ ഒരുമിച്ചാണ് കുർബാനയ്ക്ക് ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ലീവായിരുന്ന സമയത്തും ഹസ്ബൻഡ് ഒരുമിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് പോവും. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ മെൽബൺ സിറ്റിയിൽ കുർബാനയ്ക്ക്, അവിടെയാണ് കുർബാന. ഒരു ദിവസം 4 കുർബാനയുള്ള പള്ളി അറിയാമായിരിക്കും, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ. അപ്പോൾ കുർബാന മിസ്സാകും ആ ദിവസം എന്ന് തോന്നിയ സിറ്റിയിലേക്ക് ഞങ്ങൾ പോവും കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം ആ ഓപ്പറേഷൻ്റെ അന്നും പിറ്റേ ദിവസവും മാത്രമാണ് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ളൂ. ദൈവം അനുവദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പോകാനായിട്ടൊക്കെ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈശോയോട് ജീവിതം മാറ്റിമറിച്ചതിന് നന്ദി പറയണ്ടേന്ന് അറിയില്ല. അതുപോലെ ജോലിയിലും ഒരു മാറ്റം, കുഞ്ഞുണ്ടായി പ്രഗ്നൻസിയിൽ ഇത്രയും കോംപ്ലിക്കേഷൻ വരും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാഗ്രഹിച്ചു ഒരു പാർട്ട് ടൈം ജോലിയിലേക്ക് മാറണം. മുമ്പ് ടീച്ചിങ് ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസിയുടെ ഇടയിൽ നമുക്കൊരു പുതിയൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, പെർമനൻറ്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ ചോദിക്കും നമ്മൾ ഉടനെ ഒരു ലീവ് പ്ലാൻ ചെയ്യണ്ടോ. അതും ഒരു പാരൻ്റൽ ലീവാണെന്ന് പറയുമ്പോൾ അവർക്ക് എളുപ്പം നമ്മളെ മാറ്റാൻ പറ്റും. വേറെ കാൻഡിഡേറ്റ്സിനെ എടുത്താൽ മതി. പക്ഷേ ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് ഈ പ്രഗ്നൻസിയുടെ ഇടയിലാണ് എനിക്കൊരു പുതിയൊരു പെർമനൻറ്റ് പാർട്ട് ടൈം ജോബിലേക്ക് ഞാൻ മാറിയതും. ഇതിനെല്ലാം ഈശോയോടും മാതാവിനോടും 1000 നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. സ്റ്റെല്ല മനോജ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവ സമ്മാനവുമായി അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ 16 വർഷം മക്കളില്ലാതിരുന്ന ദമ്പതികളാണ്.
ഏറെ ക്ലേശങ്ങൾ, സങ്കടങ്ങൾ, നിരാശകൾ, ചോദ്യങ്ങൾ, ഇങ്ങനെ കുറേ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒത്തിരി നാൾ ചികിത്സയ്ക്ക് വേണ്ടി അലഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിഫലമായപ്പോൾ ഏതാണ്ടൊരു 6-7 വർഷം മുമ്പ് പൂർണ്ണമായിട്ടും ചികിത്സ നിർത്തുകയും ഇനി ദൈവം അനുവദിക്കുന്ന സമയത്ത്, അമ്മ മാതാവും ഈശോയും ആഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുഭവിക്കുവാനും ജീവിതത്തോട് ചേർക്കുവാനും ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് നൽകും എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ദമ്പതികളായി, കുടുംബമായി ഇവർ നിലനിന്നു എന്നതാണ് പ്രത്യേകത. സഹോദരി പറയുന്നുണ്ട്, ആദ്യം ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഇത്രയൊരു അസ്വസ്ഥതയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് അതിൻ്റെ ആദ്യകാലത്തിൻ്റെ ഒരു അസ്വസ്ഥതകൾക്ക് ശേഷം എത്ര കണ്ട് തൻ്റെ ജീവിതത്തെ ആന്തരികമായി ബലപ്പെടുത്തുന്ന വിധത്തിൽ, ബാഹ്യമായ തൻ്റെ ജീവിത രീതികളെ ക്രമപ്പെടുത്തുന്ന വിധത്തിൽ ഉടമ്പടി സ്വാധീനിച്ചുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമ്മളെ ഉടച്ചു വാർക്കുന്നില്ലെങ്കിൽ ആ ഉടമ്പടിയെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഏതെങ്കിലും എഴുതിയ 1-2 കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായി ഉടമ്പടിയെ കാണരുത്. നമ്മുടെ ജീവിതത്തെ ഉടച്ചു വാർത്ത് ദൈവത്തിന് കൂടുതൽ കൃപയുള്ള, ദൈവസന്നിധിയിൽ കൂടുതൽ കൃപയുള്ള, ദൈവത്തിന് കൂടുതൽ നിക്ഷേപമുള്ളൊരു ജീവിതമായി നമ്മുടേത് മാറ്റുവാനായിട്ട് സാധിക്കണം. മകളുടെ വാക്കുകളിൽ നമ്മൾ അതാണ് കണ്ടത്. കുർബാന മുടങ്ങരുത് എന്നൊരു തീരുമാനം ആ 23 അവസാനം ആഗ്രഹിക്കുന്നു. മകൾ പറയുന്നുണ്ട്, പിന്നീട് എനിക്ക് ഓപ്പറേഷൻ നടന്ന 2 ദിവസം ഒഴികെ ഒന്നുപോലും മുടങ്ങാതെ ആ കുർബാനയിൽ പോകുവാൻ വേണ്ടി എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരുന്നു. അല്പനേരം ബൈബിൾ വായിക്കുക, പ്രാർത്ഥന കഴിയുമ്പോൾ അതുതന്നെ കഷ്ടപ്പാടായിരുന്നു. ഇന്ന് മണിക്കൂറുകൾ വചനം വായിക്കുവാൻ വേണ്ടി സന്തോഷവും ആവേശവുമാണ്. ഒരു ജപമാല പോലും ചൊല്ലിത്തീരുന്നത് ഒത്തിരി വിചാരത്തോടു കൂടിയായിരുന്നു. ഇപ്പോൾ 8-10 ജപമാല ഒരേ ആലോചനയിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്യുവാൻ ഉടമ്പടിയിലൂടെ കൃപയുള്ള വ്യക്തിയായി എന്നെ സഹായിച്ചുവെന്ന് അച്ഛൻ എപ്പോഴും ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയും, നമുക്ക് കൃപകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും വ്യക്തതയുണ്ടാവണം. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഫേവേഴ്സ്, താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ്. ഒരു അനുഗ്രഹം കിട്ടിയത് കൊണ്ട് നമ്മുടെ ജീവിതം അവിടെ പരിസമാപ്തി വരുന്നില്ല, അതുകൊണ്ട് ആവശ്യങ്ങൾ തീരുന്നില്ല. പക്ഷെ കൃപകൾ ലഭിക്കുന്തോറും അത് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ മാറ്റുകയും വളർത്തുകയും ചെയ്യും. മകൾക്ക് ലഭിച്ച കൃപകളുടെ വളർച്ചയാണ് ഈ സാക്ഷ്യത്തിൽ എടുത്തു പറയുന്നത്. ജപമാല ചൊല്ലുവാൻ എനിക്ക് കൂടുതൽ സ്ഥിരത കിട്ടി, ഏകാഗ്രത കിട്ടി. കുർബാന കാണുവാൻ എനിക്ക് കൂടുതൽ സ്ഥിരത കിട്ടി, അത് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യം ഒത്തുകിട്ടി. ഒത്തിരി തിരക്കുണ്ടെങ്കിലും, പലയിടത്ത് ജോലിയുണ്ടെങ്കിലും സമയം ക്രമീകരിച്ച് അതിനുവേണ്ടി പോകുവാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം വായിക്കുവാൻ എനിക്കൊരു അഭിഷേകം കിട്ടി. അതുകൊണ്ട് സമയമല്ല നോക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്കുവാനും വായിക്കുവാനുമുള്ള ശ്രദ്ധയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു ജീവിതം ദൈവ സന്നിധിയിലേക്ക് കൊടുക്കുവാൻ കാണിക്കുന്ന സന്മനസ്സിനാണ് ദൈവം ഒരുപക്ഷെ മറ്റുള്ളവർ ഇനി ഒരിക്കലും നടക്കില്ല, ഏതാണ്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ പോകൂ എന്ന് എഴുതിത്തള്ളിയ നാളുകളിൽ ഈ 16ാമത്തെ ദാമ്പത്യ വർഷം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന് സമയത്തിന് മേൽ, കാലത്തിന് മേൽ, ആരോഗ്യത്തിന് മേൽ, ഇല്ലായ്മകളുടെ മേൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മേൽ, നമുക്കിനി നടക്കില്ലെന്ന് കരുതുന്ന വിഷയങ്ങളുടെ മേൽ തീരുമാനമെടുക്കുവാൻ, തിരുത്തുവാൻ, അനുഗ്രഹിക്കുവാൻ കൃപയുണ്ട്, ശക്തിയുണ്ടെന്ന് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.